അരുണാചൽ പ്രദേശിലെ ഇട്ടാനഗർ എന്ന് പറയുന്ന സ്ഥലത്തെ, പ്രത്യേകിച്ച് സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ നിലകൊള്ളുന്നത്. 3 ദിവസത്തേക്കുള്ള ദൈർഘ്യത്തിലാണ് അരുണാചൽ പ്രദേശ് കാണുവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. റോബിനച്ചനുമായുള്ള നല്ല ഒരു അടുപ്പവും സ്നേഹവും ഒക്കെയാണ് അരുണാചൽ പ്രദേശിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ 3ാം ദിവസമാണ്. 3ാം ദിവസം രാത്രിയിലാണ് നാഗാലാൻഡിലേക്കുള്ള ട്രെയിൻ ഞങ്ങൾക്ക് ഇട്ടാനഗർ സിറ്റിയുടെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നത്. രാത്രിയെല്ലാം അവസാനിപ്പിച്ച് ഏറ്റവും ഒടുവിലാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണുവാൻ വേണ്ടി ഞങ്ങൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ നന്നേ ഇരട്ടിയിരുന്നു. എങ്കിലും ഇതൊന്ന് കാണാതെ പോകുക അസാധ്യമാണ് എന്നുള്ള ചിന്തയോടുകൂടി റോബിനച്ചൻ ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒത്തിരിയേറെ പ്രാചീനത നിറഞ്ഞ ഒരു ടെമ്പിൾ ആണ് ഇവിടെ ഞാൻ കാണുവാൻ സാധിച്ചത്. അച്ഛനിൽ നിന്നും അതുതന്നെയാണ് മനസ്സിലാക്കിയത്. ഈ സിറ്റിയുടെ ആരംഭത്തിൽ തന്നെ ഈ ഒരു ടെമ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഈ അടുത്ത കാലത്ത് ഇത് നവീകരണ പ്രവർത്തനങ്ങൾ വിധേയമായതാണെന്നും ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രമാത്രം പുതുമയോടുകൂടി ഈ ഒരു ടെമ്പിൾ കാണപ്പെടുന്നത് എന്നും ഞങ്ങൾ ഈ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കുകയായിരുന്നു. അതിമനോഹരമായ രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. അതിന് തൊട്ടടുത്താണ് പ്രാചീനത നിലകൊള്ളുന്ന ഈ ഒരു മരവും അതിന് തൊട്ടടുത്തായിട്ട് ബുദ്ധന്റെ ഒരു സ്റ്റാച്യുവും നിലകൊള്ളുന്നത്. ആദ്യ കാലഘട്ടത്തിലെ ടെമ്പിൾ ഈ ഒരു മരത്തിനോട് ചേർന്നായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ടെമ്പിൾ ഒക്കെ ആഗമന വീക്ഷണം നടത്തിയതിന് ശേഷം അതിന് ചുറ്റുപാടും ഞങ്ങൾ ഒരു വീക്ഷണം കൂടി നടത്തുകയാണ്. ഇട്ടാനഗർ സിറ്റിക്കുള്ളിലാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ നിലകൊള്ളുന്നത്. ഇട്ടാനഗർ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സിറ്റിക്കുള്ളിൽ എത്രമാത്രം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി സ്ഥലങ്ങൾ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവസാനമായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്ന ഈ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആഗമന വീക്ഷണം നടത്തിയതിനു ശേഷം ഞങ്ങൾ ഈ ഒരു ടെമ്പിൾ നിലകൊള്ളുന്ന കുന്നിൻ മുകളിൽ നിന്ന് താഴ്വാര കാഴ്ചകൾ ഇമവെട്ടാതെ നോക്കിക്കാണുകയാണ്. ചുറ്റി മുഴുവനും ആഗമന ഒരു വീക്ഷണം നടത്തുവാൻ ഇതുവഴിയായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. താഴ്വാര കാഴ്ചകൾ അതിമനോഹരമായിട്ട് കാണപ്പെടുകയാണ്. രാത്രി ആയതുകൊണ്ട് എല്ലാ ലൈറ്റുകളും കൂടി തെളിച്ചു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് ഇത് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇളം കാറ്റിന്റെ തലോടും കൂടി ആയി കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ഒരു രാത്രി സായാഹ്നമാണ് ഞങ്ങൾക്ക് ഇത് സമ്മാനിച്ചത്. ബുദ്ധിസ്റ്റ് ടെമ്പിളിന്റെ ആഗമന വീക്ഷണം നടത്തിയതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സിറ്റി കാഴ്ചകൾ അതിമനോഹരമായിരുന്നു എന്നുള്ള കാര്യം താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലും ഞങ്ങളുടെ മനസ്സുകളെല്ലാം നിറഞ്ഞു നിന്നിരുന്നു.